ബി.ജെ.പിയെ ചതച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർക്ക് അവിടെയും ഇരിപ്പുറയ്ക്കുന്നില്ല. ഇനി ഇങ്ങോട്ട് പോകണം എന്നൊരു ആന്തലിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. കാരണം നോക്കുമ്പോഴാണെങ്കിൽ ബി.ജെ.പിക്ക് ഇപ്പോൾ വന്ന പ്രവർത്തകർ വരെ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ബി.ജെ.പി സ്ഥാനമാനങ്ങൾ നൽകേണ്ടവർക്ക് അത് നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. മാത്രമല്ല ബി.ജെ.പിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലും തിരുവനന്തപുരത്തും അഭൂതിപരമായൊരു വളർച്ചയാണ് ബി.ജെ.പി ഇപ്പോൾ നേടുന്നത്. ആരും സ്വപ്നത്തിൽ പോലും കണ്ടില്ല കേരളത്തിൽ ബി.ജെ.പി താമര വിരിയിക്കുമെന്ന്. അങ്ങനെ തൃശ്ശൂരിൽ താമര വിരിയിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ വലിയൊരു മുന്നേറ്റം, അതായത് രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാളെ, IT മേഖലയിൽ ഇത്രയും വിദഗ്ധനായ, പല കാര്യങ്ങളിലും നല്ല അറിവുള്ളൊരു വ്യക്തി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ മോദിക്ക് അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് ഉറപ്പാണ്. അതേസമയം ഇപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് തന്നെ കോൺഗ്രസ് വളർത്തുകയല്ല തളർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മുൻപ് ബി.ജെ.പിയുടെ മുഖമായി എല്ലായിടത്തും നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. ബി.ജെ.പി നല്ല സ്ഥാനമാനങ്ങൾ നൽകി അല്ലെങ്കിൽ പദവി നൽകി മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തകൻ തന്നെയായിരുന്നു സന്ദീപ് വാര്യർ. എന്നാൽ ബി.ജെ.പിയെ ചതിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോയി. എന്നാൽ കോൺഗ്രസ് ആണെങ്കിൽ പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്നാണ് സത്യം. വല്ലപ്പോഴും എങ്ങാനും വല്ല വാർത്താ ചാനലിലും വല്ല ഡിബേറ്റിലും ചർച്ചയിലും ഒക്കെ തല കണ്ടാലായി എന്നൊരവസ്ഥയാണ്. തൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വില നൽകുന്നില്ല, തനിക്ക് ഒരു സ്ഥാനം നൽകുന്നില്ല, താൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്തതിനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറിയാലോ എന്നുള്ളൊരു ചിന്തയിലാണ് സന്ദീപ് വാര്യർ. അത് മാത്രമല്ല, തിരിച്ച് ബി.ജെ.പിയിലേക്ക് വരാനുള്ള ഒരു സൈഡ് വലിവും സന്ദീപ് വാര്യർ കാണിക്കുന്നുണ്ട്. എന്നാൽ ബി.ജെ.പി ഈ ഭാഗത്തെങ്ങും തന്നെ അടുപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ചാണകവെള്ളം തളിച്ചാണ് സന്ദീപ് വാര്യർ പോയ വഴി ഞങ്ങൾ ശുദ്ധീകരിച്ചു വച്ചിരിക്കുന്നത്. ഇനി 7 അയലത്ത് സന്ദീപ് വാര്യരെ അടുപ്പിക്കില്ല എന്ന് ബി.ജെ.പി കട്ടായം പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും സന്ദീപ് വാര്യർക്ക് ബി.ജെ.പിയിലേക്ക് വരണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും സന്ദീപ് വാര്യരെ ബി.ജെ.പിയിലോട്ട് ഇനി കയറ്റാൻ ഒരു സാധ്യതയുമില്ല. ബി.ജെ.പിയെ ചതച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറിയപ്പോൾ കോൺഗ്രസിലും പിടിയുറയ്ക്കാതെ, കസേര ഉറയ്ക്കാതെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറാൻ നിൽക്കുന്ന സന്ദീപ് വാര്യരെ ശരിക്കും പറഞ്ഞാൽ എന്ത് വിളിക്കണം എന്നാണ് ബി.ജെ.പിയും ചോദിക്കുന്നത്. ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ചയെന്ന് തോന്നി ഓടുന്ന ആളാണ് സന്ദീപ് വാര്യർ എന്ന് വ്യക്തമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളും സന്ദീപ് വാര്യർ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റിനെ കുറിച്ചും രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ചുമൊക്കെ സന്ദീപ് വാര്യർ പറഞ്ഞത് കേട്ടാൽ ബി.ജെ.പി എന്നല്ല ഒരു പാർട്ടിയും ആ 7 അയലത്ത് അടുപ്പിക്കില്ല എന്നതാണ് സത്യം. ബി.ജെ.പിയുടെ വളർച്ച കാണുമ്പോൾ അസൂയ മൂത്തിട്ടിരിക്കാനും വയ്യ, പാർട്ടിയിലേക്ക് തിരികെ പോകാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇന്ന് സന്ദീപ് വാര്യർ.